ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ജൂൺ 6 വെള്ളിയാഴ്ച തിരുസഭ മാതാവ് വചന വിചിന്തനത്തിനായി നൽകുന്ന വചനഭാഗം യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ്. പ്രധാനമായും നമുക്ക് കാണാൻ സാധിക്കുന്നത് യേശു പത്രോസിനെ പുനഃസ്ഥാപിക്കുന്നു, ഇടയൻ ആകാനുള്ള വിളി നൽകുന്നു, യേശുവിനെ അനുഗമിക്കാനുള്ള കൽപ്പന നൽകുന്നു. വചനഭാഗം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്. യേശു പത്രോസിനോട് ചോദിക്കുന്നു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞതിനു ശേഷമാണ് ഈ നിമിഷം സംഭവിക്കുന്നത്. ഇവിടെ യേശുനാഥൻ പുനഃസ്ഥാപനത്തിൻ്റെ പ്രമേയം എടുത്തു കാണിക്കുന്നു. നമ്മൾ എത്രയൊക്കെ തെറ്റിയാലും, യേശുവിൽ നിന്ന് എത്ര ദൂരം അകന്നാലും, യേശുനാഥൻ നമ്മോടുള്ള ബന്ധത്തെ പുനഃസ്ഥാപിക്കാൻ തയ്യാറാണ് എന്ന് എടുത്തു പറയുന്നു. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതിയിൽ നിന്നു നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. പത്രോസിനോടുള്ള യേശുവിൻ്റെ ചോദ്യം അവനുമായുള്ള ബന്ധത്തിൽ സ്നേഹത്തിൻ്റെ പ്രാധാന്യം ഊന്നിപ്പറയുന്നു. ഇത് വിശ്വാസത്തെക്കുറിച്ചോ നിയമങ്ങൾ പാലിക്കുന്നതിനെക്കുറിച്ചോ മാത്രമല്ല, യേശുവിനോടുള്ള ആഴവും വ്യക്തിപരവുമായ സ്നേഹത്തെക്കുറിച്ചുമാണ്. ക്രിസ്തുവിൻ്റെ ഈ സ്നേഹം അവനെയും മറ്റുള്ളവരെയും സ്നേഹിക്കാൻ നമ്മെ നിർബന്ധിക്കുന്നു. തുടർന്നുള്ള വചനഭാഗങ്ങളിൽ പത്രോസിൻ്റെ സ്നേഹത്തിൻ്റെ സ്ഥിരീകരണമാണ്. യേശു എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുകയെന്നും പരിപാലിക്കുകയെന്നും പറയുന്നതുകൊണ്ട് ഒരു ഇടയനാകാനുള്ള ആഹ്വാനമാണ് യേശുനാഥൻ നൽകുന്നത്. ആദിമ സഭയിലെ പത്രോസിൻ്റെ പങ്കിനെ ഇവിടെ പ്രധാനമായും സൂചിപ്പിക്കുന്നുമുണ്ട്. ക്രിസ്തുവിൻ്റെ സ്നേഹവും മാർഗനിർദ്ദേശവും പ്രതിഫലിപ്പിച്ചുകൊണ്ട് എല്ലാ വിശ്വാസികളും പരസ്പരം കരുതാൻ വിളിക്കപ്പെട്ടുവെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തു സ്നേഹിതരായ നാം എല്ലാവരും ഇടയന്മാരാണെന്നും നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നവരെ പരിപോഷിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നും ഈ വചനഭാഗങ്ങളിലും വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 17-ാം വാക്യത്തിലും ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ നേതാക്കന്മാരെ അനുസരിക്കുകയും അവർക്ക് വിധേയരായിരിക്കുകയും ചെയ്യുവിൻ. കണക്കേൽപ്പിക്കാൻ കടപ്പെട്ട മനുഷ്യനെ പോലെ അവർ നിങ്ങളുടെ ആത്മാക്കളുടെ മേൽനോട്ടം വഹിക്കുന്നു. അങ്ങനെ അവർ സന്തോഷപൂർവം സങ്കടം കൂടാതെ ആ കൃത്യം ചെയ്യുന്നതിന് ഇടയാക്കട്ടെ. ഈ വചനഭാഗം നാം ആകുന്ന നേതാക്കന്മാരെയും സമൂഹത്തെയും വിശ്വാസത്തിൽ പരസ്പരം പിന്തുണയ്ക്കാനുള്ള ഉത്തരവാദിത്തത്തെ അടിവരയിടുന്നു. അവസാനമായി യേശു പത്രോസിനോട് പറയുന്നു, എന്നെ അനുഗമിക്കുക. വളരെ ലളിതവും എന്നാൽ ആഴമേറിയതുമായ ഈ കൽപ്പന ക്രിസ്തീയ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവാണ്. യേശുവിനെ അനുഗമിക്കുക എന്നാൽ അവനെ നമ്മുടെ ജീവിതത്തിൽ പകർന്നു തന്ന നല്ല പാഠങ്ങളും മാതൃകയും അനുസരിച്ച് ജീവിക്കുക എന്നുകൂടിയാണ്. നാം ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ ലോകത്തിന് ക്രിസ്തു സാക്ഷിയാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 19-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്കായി മാത്രമല്ല, ക്രിസ്തുവിൻ്റെ സ്നേഹവും സന്ദേശവും മറ്റുള്ളവർക്കായി പങ്കിടാൻ ഉള്ള ഒരു ആഹ്വാനം കൂടിയാണിത്. വചനം പഠിപ്പിക്കുന്നത് പോലെ നമുക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹം സ്വീകരിച്ച് അത് പകുത്തു നൽകാം. അങ്ങനെ
പരിപാലനത്തിൻ്റെ ഉത്തരവാദിത്തം ഗൗരവമായി എടുക്കാം. യേശുവിനെ പൂർണ്ണ ഹൃദയത്തോടെ അനുഗമിക്കാൻ പരിശ്രമിക്കാം. ദൈവസ്നേഹത്തിൻ്റെ ഒരു നല്ല ദിനം നേരുന്നു.